ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഫ്രിൻഷാസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊള്ളിക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ കൊള്ളിക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചീവിയെടുക്കുക. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച എല്ലാ കൊള്ളിക്കിഴങ്ങും നമ്മൾ ഇതേപോലെ ചീവിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കളയാം. നമ്മളിപ്പോൾ ഇവിടെ പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല കോൾഡൊക്കെ ഉണ്ട്, എന്നാലും ഇതൊരു സ്പെഷ്യൽ വിഭവകാരം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് നല്ല കട്ട പോലെ ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നാളികേരമൊക്കെ ചെരുകിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾക്ക് പുട്ടുകടയോ ചിരട്ടക്കടയോ എന്താണെന്ന് വെച്ചാൽ അതിലിട്ടിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇവിടെ ചിരട്ടക്കട ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുട്ടുകടയിലാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇടയിലിടയിൽ നാളികേരം ഇട്ട് കൊടുത്ത് സാധാരണ നമ്മൾ പുട്ടിന് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് ഇത് നമ്മൾ ഇതേ കുക്കറിൻ്റെ മുകളിൽ വെക്കുകയാണ്. നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ വേഗം തന്നെ ആവിയൊക്കെ കയറും. ഇതാ നമ്മളുടെ കൊള്ളിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ചൂടോടെ തന്നെ കുറച്ച് പശു നെയ്യൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാരൊക്കെ ഇട്ട് കൂട്ടി കുഴച്ചങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ.